ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ കുറച്ച് കാലമായി നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഒരു സ്റ്റഡി വ്ളോഗൊക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ നമ്മളൊരു 4:45 ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ട്. നമ്മൾ പഠിക്കാനിരുന്നപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഇങ്ങനെ വായിച്ച് പഠിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കേണ്ടതെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞാൻ ഫുൾ പോസിറ്റീവ് വൈബോടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഇരിക്കുന്നത്. ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻസ് അത്ര സിമ്പിളൊന്നും അല്ല, കുറച്ച് ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറച്ച് നേരം കൂടെ ചെയ്ത് പോയപ്പോഴേക്കാണ് എനിക്ക് ഭയങ്കര വയറുവേദനയും നടുവേദന എല്ലാം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇന്നത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഫുള്ള് സെറ്റായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇവിടെ വെച്ച് പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഈ വേദന കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇത് ഈസി ആയിട്ട് തോന്നിയാണ്. ലൈക്ക് വേദന അധികം അറിയത്തില്ലായിരുന്നു. ഇതിപ്പോൾ ക്വസ്റ്റ്യനും ചെയ്യാൻ കിട്ടുന്നില്ല, വേദനയും ഉണ്ട്, എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു പ്ലാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീർക്കേണ്ട പോർഷൻസ് ആണ് അന്നത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇനി തീർക്കണമായിരുന്നു. കാരണം കുറേ ദിവസമായി തീർക്കണം എന്ന് വിചാരിച്ച് ലാഗ് അടിച്ച് പോകുന്നു. അങ്ങനെ എന്തായാലും 5 മണിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനിരുന്ന ഞാൻ 6:30 ആയപ്പോഴേക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ കൊണ്ട് ആകെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയ 10 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ അത് ചെയ്ത് തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചു. ഭാഗ്യം എന്ന് പറയാൻ കാരണം ഫിസിക്സ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം തന്നെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ CBSE ബോർഡ് ലെവൽ എത്തുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ലാസ്റ്റ് ഇയറിലെ ബോർഡ് എക്സാം ഫിസിക്സ് അഡ്വാൻസ്ഡ് ലെവലൊക്കെയാണെന്നാണ് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ 6:30 കഴിഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂർ ആ എഡിറ്റിംഗിൽ അങ്ങനെ സമയം പോയി. അതും കഴിഞ്ഞിട്ട് ഒരു നെയ്യപ്പം അവിടെ ഇരിക്കുന്ന കണ്ടു. പിന്നെ അതും എടുത്ത് കഴിച്ചിട്ട് നമ്മൾ അടുത്ത് പഠിക്കാനിരിക്കുവാണ്. ഇത് ഫിസിക്സിന്റെ 5th ചാപ്റ്റർ ആണ്. അത് ഞാൻ പഠിച്ചതാണ്, പക്ഷെ വലിയ ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ടൊന്ന് റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഈ ഒരു ചാപ്റ്ററിന്റെ എക്സസൈസും എക്സാമ്പിൾസും ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ ഫോർമുലാസ് കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ തിയറി പോർഷനും കൂടെ ഒന്നും കൂടെ ഒന്ന് നോക്കി വിടാന്ന് വിചാരിച്ചു. പിന്നെ കമന്റ്സിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മാത്സ് പഠിക്കാന്ന് ചോദിച്ചിട്ട്. മാത്സ് പഠിക്കാൻ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, ചെയ്ത് അങ്ങോട്ട് പഠിക്കുക. ഞാൻ തന്നെ ഇപ്പൊ മാത്സിന്റെ ബുക്കൊക്കെ തുറന്നിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും. ഫിസിക്സ് ഒന്ന് മാറ്റി പഠിക്കണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. പിന്നെ നമ്മളൊരു സ്റ്റഡി ചാലഞ്ച് തുടങ്ങിയാലോ എന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ. പിന്നെ കമന്റ് ബോക്സിൽ ഒരാൾ ഒരു 30 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് എടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. ആൻഡ് അതിന് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും ലോങ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തെടുക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. പിന്നെയും കുറച്ച് 5 ഡേയ്സ് ഓർ 10 ഡേയ്സ് ഇന്റൻസ് സ്റ്റഡി ചാലഞ്ച് പോലെ എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണോ വേണ്ടേന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരാൾ കമന്റ് ബോക്സിൽ ഓൾറെഡി ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയായാലും നമ്മൾ ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ 2 മണിക്കൂർ എടുത്തിട്ടാണ് ഒന്ന് റിവൈസ് ചെയ്ത് തീർത്തത്. ഫുൾ ആ 2 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കൊന്നും അറിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ ഒന്ന് കറങ്ങി നടന്നൊക്കെയാണ് പഠിച്ചെടുത്തത്. പിന്നെ മാത്രമല്ല പഠിക്കുന്നതിന്റെ ഇടയിൽ ചെറുതായിട്ട് എനിക്കൊന്ന് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. തലേ ദിവസം കുറച്ച് ലേറ്റ് ആയി കിടന്നുകൊണ്ട് തന്നെ രാവിലെ 5 മണിക്ക് എണീറ്റാലും എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ 2 മണിക്കൂറത്തേക്ക് ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് 11:30 അലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കിടക്കാന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നതുകൊണ്ട് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്നായിരുന്നു 11:30 ആയതും അലാം അടിച്ചതും പിന്നെ ഒരു 10 മിനിറ്റിനകത്ത് ഞാൻ കഷ്ടപ്പെട്ട് എണീറ്റതും. കണ്ണുപോലും ഒന്ന് മര്യാദയ്ക്ക് തുറക്കുന്നുണ്ടായിരുന്നില്ല. നല്ല ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞാൻ ഒന്ന് എണീറ്റ് വന്ന് ഇവിടെ ഇരുന്നത്. എന്റെ ടീഷർട്ടിൽ കണ്ടറിയാൻ ചെറുതായിട്ട് നനവൊക്കെ ഉണ്ട്. അത് അമ്മ വെള്ളം കോരി ഒഴിച്ച് എണീപ്പിച്ചതിന്റെയാണ്. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് ഇനിയും ടാസ്കുകൾ ബാക്കിയുണ്ട് ചെയ്ത് തീർക്കാൻ. അതുകൊണ്ടാണ് പിന്നെ എണീറ്റ് വന്നിരുന്നത്. ഇനി വീഡിയോ എടുക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഉറങ്ങിപ്പോയേനെ. നമ്മൾ കിടക്കുന്നതിന് മുന്നേ റിവൈസ് ചെയ്ത് ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ചെയ്യുന്നത് ശരിയാണോ നോക്കാനും ഇനിയിപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ നോക്കാനും വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറങ്ങി എണീറ്റതിന് ശേഷം പഠിക്കുക ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നോക്കിയായി. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സിമ്പിൾ ആയിരുന്നു. ലൈക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഫോർമുലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരു ടെക്സ്റ്റിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരുവാൻ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കാണാൻ ലെവൽ കൂടുന്നത്. പിന്നെ എന്തായാലും നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ചെയ്യും. പിന്നെ കോൺസെപ്റ്റിന്റെ ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത്. പക്ഷെ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ട് വരലുണ്ട്. സോ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പോകണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ തന്നെ കഴിച്ചായിരുന്നു. ആ ചാപ്റ്റർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ വന്ന് വാരി തരികയാണ് ചെയ്തത്. അതിന്റെ ക്ലിപ്പ് എടുക്കുന്ന കാര്യമേ ഞാൻ മറന്നുപോയി. ഞാനാണെങ്കിൽ നമ്മൾ
ടു ഡു ലിസ്റ്റ് ഒരു വൈറ്റ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അത് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ടിക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടിക്ക് ഇടാൻ വേണ്ടി മാത്രമാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നലുണ്ട്. അങ്ങനെ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 10 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ടു ഡു ലിസ്റ്റിൻ്റെ അവിടെ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതുവരെ 2 ടാസ്ക് ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആ ചാപ്റ്റർ റിവൈസ് ചെയ്തതും പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തതും. പിന്നെ ഗൈസ് ഈ ആൽപ്സ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് പൗഡർ എനിക്ക് കുറച്ച് കാലം മുന്നേ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മ പുറത്ത് വന്നപ്പോഴേക്കും ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും മേടിച്ചുകൊണ്ട് വന്നല്ലേ, അത് പിന്നെ മുഖത്തിട്ട് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഐസ് ക്യൂബ്സ് ആക്കാൻ വെക്കുവാണ്. ആദ്യം ഞാൻ വിചാരിച്ചു നേരെ അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്താലോ വെള്ളമോ പാലോ ആയിട്ട് മിക്സ് ചെയ്തിട്ടെന്നൊക്കെ. പിന്നെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഐസ് വെച്ച് തേക്കുന്നതായതുകൊണ്ട് ഇത് ഐസാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഐസ് ട്രെയിലാക്കി വെക്കാൻ മാത്രമേ ശുഷ്കാന്തി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തേക്കാനൊന്നും എനിക്ക് മൂഡ് ഉണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ വെച്ചിട്ട് ഉച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെഡും ചിക്കനും കഴിക്കാനാണ് പോയത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ 1 മണിക്കൂർ ഒന്നും റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല. കാരണം നമ്മൾ ആകെ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എഴുതിയ ടു ഡു ലിസ്റ്റ് തീർക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ ഒന്നുകൂടെ കിടന്ന് ഉറങ്ങിയതിന്റെ കാരണം അത്രയും ക്ഷീണം ഉണ്ടായതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ അടുത്ത പരിപാടി കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ അങ്ങനെ എന്തായാലും ഓരോ ഡെറിവേഷൻസും എഴുതി പഠിക്കാന്ന് വിചാരിച്ചു. ഈ ഡെറിവേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും. പക്ഷേ ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ മറന്നു പോകും. പിന്നെ ഇത് ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ പിന്നെ ഓർമ്മ കിട്ടും. ലൈക്ക് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവണില്ല. ഡെറിവേഷൻസ് ആണെങ്കിൽ ഒരു ലോഡ് ഉണ്ട്. ഫൈനൽ എക്സാമിനൊക്കെ എങ്ങനെ ഇത് ഓർത്ത് വെക്കാന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു 4-5 ഡെറിവേഷൻസ് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആ ബോക്സിന്റെ അകത്ത് ടിക്ക് ഇട്ടപ്പോൾ സമാധാനമായി. ഓരോ പ്രാവശ്യം അങ്ങനെ ഓരോ ബോക്സിൽ പോയി ടിക്ക് ഇടുമ്പോഴാണ് അത്രയും നേരം ഇരുന്ന് പഠിച്ചത് വേർത്തായെന്ന് എനിക്ക് തോന്നുന്നത്. ഡെറിവേഷൻസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സമയം കളയാൻ നിന്നില്ല. ജസ്റ്റ് അടുക്കളയിൽ പോയി അവിടെ ഇരുന്ന് ഒരു നെയ്യപ്പം എടുത്തുകൊണ്ട് വന്നു. പിന്നെ ക്ലാസ് കാണില്ലായിരുന്നു ചെയ്തത്. ത്രൂ ഔട്ട് ദ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഡേ ഫുൾ എനിക്ക് ആ ഒരു ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ബോഡി പെയിൻ ഒക്കെ ആയിട്ട്. ആൻഡ് അന്നത്തെ വെതറോ ഫുള്ള് മഴയും കാറ്റും എല്ലാം ആയിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഞാൻ ചൂസ് ചെയ്ത ഡേ ഒട്ടും പോരായിരുന്നു. മഴ ആയിരുന്നുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒടുക്കത്തെ കാലം തന്നെ ഉണ്ടായിരുന്നു. Okay, so let's continue studying. Actually, it's quite easy, but ഇന്ന് എൻ്റെ ബോഡി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. സോ ഓക്കെ, എന്തായാലും തുടങ്ങി, പകുതി ആവാറായി. സോ തീർക്കാം. ഒന്നാമതേ വയ്യ, അതിൻ്റെ കൂടെ ഈ വെതറും കൂടെ ഒട്ടും സഹകരിക്കണില്ല. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങാനുള്ള കൊതിയൊക്കെ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് മഴ വരുമ്പോൾ എനിക്ക് പ്രൊഡക്റ്റീവ് ആവാനും തോന്നലുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു തോന്നലേ വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് കുറച്ചധികം തന്നെ നേരെ ഇരുന്ന് ക്ലാസ് കാണാനായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് മഴ ആയതുകൊണ്ടും കുറച്ച് ഇരുട്ടായതുകൊണ്ടും വീഡിയോന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഇട്ടതാണ് ലൈറ്റ്. പിന്നെ ഒരു 5:30 കഴിഞ്ഞപ്പോഴേക്കും അന്ന് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കറക്റ്റ് സമയത്താണെങ്കിൽ കറണ്ടും പോയി. ഞാൻ അതിനകത്ത് കഷ്ടപ്പെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി ഡിസ്ക്രിപ്ഷൻ ഒന്നും സേവ് ആയില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് കറണ്ട് വന്നത്. പിന്നെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് ചെയ്തിട്ട് ഒരു 6 മണിയൊക്കെ ആവാറായപ്പോഴേക്കും പോസ്റ്റ് ചെയ്ത് അതേ വഴി പിന്നെ ഫോണിൽ കുറേ നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ടാവും. പിന്നെ ആ റൂമിൽ ഇരുന്നിരുന്ന് പഠിത്തത് പിന്നെ ഞാൻ ഹോളിലേക്ക് നേരെ വന്നു ലാപ്പ് എടുത്തോണ്ട്. ലാപ്പിന്റെ അകത്ത് നോട്ട്സിന്റെ PDF ഉണ്ട്. പിന്നെ അത് നോക്കി പഠിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ പിന്നെ ഇവിടെ പോകുമ്പോഴും കൂടെ പുതപ്പ് എടുത്തോണ്ടാണ് പോകുന്നത്. കാരണം നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുതപ്പെടുത്തത്. പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ കമ്പ്യൂട്ടർ ക്ലാസിന്റെ കഥ പറയുവാണെങ്കിൽ ഇത് വേടിക്കാനുള്ള ശുഷ്കാന്തി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര കുറവും. വേടിപ്പിക്കാൻ ഭയങ്കര ഉന്മേഷമായിരുന്നു. അത് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയും. ഇപ്പൊ പിന്നെ ഓർക്കുമ്പോൾ എടുത്തിടലുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ വേടിച്ച ഫസ്റ്റ് ഡേ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഫുൾ ടൈം ഇട്ടുകൊണ്ട് എടുക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി. പിന്നെ കുറച്ച് നേരം നമ്മൾ PDF നോക്കി നോട്ട്സ് ഒക്കെ പഠിക്കുമായിരുന്നു. അങ്ങനെ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഒന്നും ആയിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അതും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറ്റുന്ന രീതിക്ക് കുറച്ച് പേജസ് ഒക്കെ ഒരു വിധത്തിൽ അങ്ങ് പഠിച്ചെടുത്തു. പിന്നെ ഈ വൈകായികന്റെ എല്ലാത്തിന്റെയും കൂടെ ചെറിയൊരു തലവേദന വരുന്നു എന്നൊരു സംശയം തോന്നിയപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ് എടുത്ത് മാറ്റി അങ്ങ് വെച്ചു. ഗൈസ്, അപ്പോൾ ഇപ്പം 8:30 ആയി സമയം. ആൻഡ് പഠിക്കാനൊരു ഇത് കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്കായി പൊയ്ക്കൊണ്ടിരിക്കുക. ആൻഡ് ഞാൻ വിചാരിക്കണമെന്ന് എനിക്കാണെങ്കിൽ ടു ഡു ലിസ്റ്റിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ കൊതിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു 2 അവർ ടൈമർ വെച്ചിട്ടിരുന്ന് പഠിക്കാൻ പോവാണ്. ആ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ല. ഓക്കെ, ഇപ്പോൾ സമയം 8:30 ആവാറായിട്ടുണ്ട്. എനിക്ക് ഞാൻ തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവം തീർത്ത് വരുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ ഇന്ന് ഭയങ്കര ലേറ്റ് നൈറ്റ് ഒന്നും ഇരിക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല. കാരണം വേണ്ട, ഈ ഇടയിട്ട് കുറച്ച് ലേറ്റ് നൈറ്റ് ഇരിപ്പ് കൂടുതലാണ്. അതത്ര നല്ലതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ടൈമർ വെച്ച് പഠിക്കാം. കാരണം നമുക്ക് സമയമില്ല കളയാൻ. ഓക്കെ.
അങ്ങനെ എന്തായാലും യൂട്യൂബിൽ ഒരു 2 hour ടൈമർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സ്റ്റഡി വിത്ത് മീ ആണ് കൂടുതലും ഇടല്. പക്ഷെ എനിക്കിപ്പോൾ ടൈമർ ഇടാൻ ഒരു പോതി, അതുകൊണ്ട് പിന്നെ ടൈമർ ഇടാന്ന് വിചാരിച്ചു. എന്തിട്ടാലും ഇല്ലല്ലോ അത്രയും നേരം ഒന്നിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അങ്ങനെ 2 hour ടൈമറൊക്കെ ചൂസ് ചെയ്ത് അത് ഓൺ ആക്കിയിട്ട് നമ്മളിരുന്ന് പഠിക്കുവാണ്. നമുക്കൊരു ചാപ്റ്ററിന്റെ പകുതി വരെ തീർക്കാനായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലാസ്സും കാണണം, അതിന്റെ നോട്ട്സും പഠിക്കണം. ഫുള്ളായിട്ട് വേണ്ട, കാരണം അന്നത്തെ ടു ഡു ലിസ്റ്റിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ക്ലാസ് ഞാനിരുന്ന് കണ്ടതായിരുന്നു. ആൻഡ് അത് പകുതി ഉറക്കം തൂങ്ങിയിരുന്ന് കണ്ടതുകൊണ്ട് തന്നെ എനിക്കൊരു തേങ്ങ ഓർമ്മ ഉണ്ടായിരുന്നില്ല. നോട്ട്സ് എടുത്ത് നോക്കിയപ്പോഴേക്കും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലാസ് പിന്നെ ഒന്നുകൂടെ കണ്ട് പിന്നെ അതിന്റെ നോട്ട്സ് പഠിക്കേണ്ട അവസ്ഥ ഉണ്ടായി. ആൻഡ് ഇത്തവണ ഞാൻ എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ ടോപ്പിക് വൈസ് ആയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പഠിക്കാറ്, പക്ഷെ ഇത്തവണ കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഓരോ ടോപ്പിക് വൈസ് ക്ലാസ് കാണും. ആ ഒരു ടോപ്പിക്കിന്റെ ക്ലാസ് കണ്ട ഉടനെ ആ ഒരു ടോപ്പിക്ക് പഠിക്കും. അങ്ങനത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് പഠിച്ചു പോവാന്ന് വെച്ചിട്ടാണ്. കാരണം ഞാൻ എഴുതി എടുക്കുന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ക്ലാസ്സും കണ്ട് അപ്പൊ പഠിച്ചും പോകാനായിട്ട് തുടങ്ങി. അതിന്റെ ഇടയിൽ അവിടെ ഇരുന്ന ബൂസ്റ്റ് എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ അതാണെങ്കിൽ പൊട്ടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. വൈകുന്നേരം ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഇരുന്ന പേന വെച്ച് എങ്ങനെയൊക്കെയോ കൊത്തി ഞാൻ പൊട്ടിച്ചിട്ട് എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു. ബൂസ്റ്റ്, പാൽപ്പൊടി അതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ അത് കഴിച്ചിട്ട് ഇങ്ങനെ നോട്ട്സ് പഠിക്കലും ക്ലാസ് കാണലും ആയിട്ട് അങ്ങനെ പോയി. ബിക്കോസ് 2 hours നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എണീറ്റ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമർ പോസ് ചെയ്തിട്ടാണ് ഞാൻ എണീറ്റ് പോകുന്നത്. നമ്മൾ ടു ഡു ലിസ്റ്റിൽ ഇനി മെയിൻ ആയിട്ട് ഈ ഒരു ടാസ്കും കൂടെയാണ് തീർക്കാനായിട്ടുള്ളത്. പിന്നെ വേറൊരു ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നല്ലോ, അത് 10 ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് നടന്നില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ചെയ്യാനും അത്ര മൂഡ് ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. പിന്നെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന ഡെറിവേഷൻസും കൂടെ അപ്പം തന്നെ ചെയ്ത് പഠിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നത്തേക്ക് ആ ഒരു ചാപ്റ്ററിന്റെ തീർക്കാനുള്ളതിൽ ലാസ്റ്റ് പോർഷൻ ആയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് ശരിക്കും തീരും. പിന്നെ നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിരുന്നു. പിന്നെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പോകാന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ളൊരു മൂഡ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉള്ള മൂഡിൽ അപ്പം തന്നെ അങ്ങ് ചെയ്തു പോയി. നമ്മൾ ടൈമർ 2 മണിക്കൂറായിരുന്നെങ്കിൽ നമുക്ക് 2 മണിക്കൂറേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വന്നു. പിന്നെ എന്തായാലും ആ ഒരു ടാസ്ക് തീരാറായതുകൊണ്ട് ഞാനും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ടൈം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളെ കാര്യം ചെയ്ത് തീർക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പകുതി ക്ലാസ് കാണലും അത് പഠിക്കലും കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നമുക്കാണെങ്കിൽ ബ്രെഡായിരുന്നു കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതും ഉപ്പുമുളകും കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചു. പിന്നെ ഈ അമ്മ എപ്പോഴും പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞത് അവർ വരികയും ചെയ്തു. ഈ ഷവായും പൊറോട്ടയും കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അതങ്ങ് കഴിച്ചു. പിന്നെ ഐസ്ക്രീമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോഴേക്കും ആ ടു ഡു ലിസ്റ്റ് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തതിൻ്റെ ഒരു റിവാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു മേടിപ്പിച്ചൊന്നുമല്ല, എങ്ങനെയോ മേടിച്ചുകൊണ്ട് വന്നു, നമ്മൾ സന്തോഷത്തോടെ കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം ഐസ്ക്രീമും കഴിച്ച് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.